പ്രാദേശിക വിദഗ്ധന്മാരുടെയും സഹായത്തോടുകൂടി പുഴയുടെ ആഴങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും നാം ആശിച്ച വിധത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നിലപാടും കേരളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് സാധ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമെന്നാണ്, ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മുടെ ഉത്കണ്ഠ അർജുനൻ എന്ന യുവാവിനെ കണ്ടെത്താനും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നില്ല എന്ന ഒരു നിരാശ, സങ്കടം, ഉത്കണ്ഠ എല്ലാമുണ്ട്. പക്ഷെ ആ ഉത്കണ്ഠകൾ പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനും ആരെങ്കിലും പ്രതിക്കൂട്ടിൽ കയറ്റി അവരുടെ തലയിൽ കുറ്റം വെച്ച് കെട്ടാനും തരത്തിലുള്ള ഒരു നിലപാട് ഞങ്ങളാരും സ്വീകരിക്കില്ല. ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പം ഞാൻ ഒന്നുകൂടി ആ സ്ഥലത്ത് പോയി വന്നതിന് ശേഷം നമുക്ക് കാണുന്നതായിരിക്കും. തീർച്ചയായും നമുക്കും കൂടി ആ കൂട്ടത്തിലൊന്ന് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ അതൊക്കെ പോയത് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. ഇന്നലെ ഏതാണ്ട് ഇതേ സമയം ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് ദുരന്ത സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചതാണ്. ഇന്ന് അങ്ങനെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടുത്ത ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു മാധ്യമപ്രവർത്തന ചോദ്യം ഉന്നയിച്ചത്. അറിയില്ല ഇന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ മാധ്യമപ്രവർത്തകർ, അവിടെ കന്നഡ മാധ്യമപ്രവർത്തകർ ഒരു പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞാൽ ദുരന്ത സ്ഥലത്തെ വിവരങ്ങൾ മറച്ചു വെക്കുന്നതാണ് ആരോപണം. അത് കന്നഡ മാധ്യമങ്ങൾ കളക്ടറെയും അവരുടെ മന്ത്രിമാരെയും തടയുന്ന പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളവിടെ അഭ്യൂഹം പോലെ പ്രദേശവാസികൾക്കിടയിലൊക്കെ കേൾക്കുന്ന കുറേയധികം കോൺസ്പിറസി തിയറി എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപക്ഷേ ഏതെങ്കിലും സ്ഥിരീകരണ സ്വഭാവമില്ല, അത് പറയുന്നത് ശരിയല്ലാത്തവർ പറയാത്തതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനോട് ചേർത്ത് വായിക്കാൻ കഴിയുമോ ഈ ദുരന്ത സ്ഥലത്തെ വിവരങ്ങൾ മറച്ചു വെക്കുന്നു എന്ന ആരോപണം എന്നതറിയില്ല. എന്താണ് കന്നഡ മാധ്യമപ്രവർത്തകരുടെ റിയൽ കൺസേൺ എന്നും അറിയില്ല. ഇന്നലെ മുതൽ തന്നെ അവർ മിനിഞ്ഞാന്നൊക്കെ മാധ്യമങ്ങളെ കാണാൻ തുടങ്ങുമ്പോഴൊക്കെ അത്യാവശ്യം ഇറിറ്റേറ്റഡായി നിൽക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ നമ്മൾ ഇന്നലെ അവിടെ കണ്ടിരുന്നു. അവർ പ്രതിഷേധത്തിലാണ് ഇന്നലെ മുതൽ തന്നെ. അതിൻ്റെ ഒരു പ്രകടമായ പ്രതിഷേധ രൂപത്തിലെ കാര്യങ്ങൾ